പണ്ടുകാലത്ത് നാട്ടിൻപുറങ്ങളിൽ ഇരുളിന്റെ മറവിൽ ഒടിവിദ്യ പ്രയോഗിച്ച് ആളുകളെ അപായപ്പെടുത്തുകയും ഭയപ്പെടുത്തുകയും ചെയ്തിരുന്നവരാണ് ഒടിയന്മാർ. ഒടിമറയുക എന്നാൽ വേഷപ്രച്ഛന്നനാവുക എന്നാണ് അർത്ഥമാക്കുന്നത്. സർവ്വസാധാരണയായി പാണൻ പറയ സമുദായങ്ങളിൽപ്പെട്ടവരാണ് ഒടിവിദ്യ ചെയ്തിരുന്നത് എന്ന് പറയപ്പെടുന്നു. ഒടിയനെക്കുറിച്ച് പറഞ്ഞു കേട്ട അറിവുകൾ മാത്രമാണ് നമുക്കുള്ളത്. ഒടിയന്റെ പ്രവർത്തനങ്ങൾക്ക് ശാസ്ത്രീയ തെളിവുകളൊന്നും കണ്ടെത്തിയിട്ടില്ല. നാടോടി കഥകളും അന്ധവിശ്വാസങ്ങളും നിറഞ്ഞിരുന്ന പഴയ കാലഘട്ടത്തിലെ വാമൊഴികളിലൂടെയാണ് ഒടിയൻ കഥ പ്രചാരം നേടിയത്. മറുത, മാടൻ, യക്ഷി എന്നിവരൊക്കെ മനുഷ്യ മനസ്സിൽ ഭീതി സൃഷ്ടിച്ചിരുന്ന അതേ കാലഘട്ടത്തിലാണ് മനുഷ്യകുലത്തിൽ നിന്ന് ഒടിയൻ ജനമനസ്സുകളിൽ ഭയം സൃഷ്ടിച്ചത്. മാടൻ, മറുത, കുട്ടിച്ചാത്തൻ, പിശാച് എന്നിവയൊക്കെ പോലെ ദുർമന്ത്രവാദത്തിന്റെ ഒരു വേറിട്ട മുഖമാണ് ഒടിയനെന്ന് നിസ്സംശയം പറയാവുന്നതാണ്. പഴയകാലത്ത് കേരളത്തിലെ നാട്ടിൻപുറങ്ങളിൽ ഒടിയന്മാർ ഉണ്ടായിരുന്നുവെന്ന് വിശ്വസിക്കുന്നു. അവർക്ക് രാത്രികാലങ്ങളിൽ ഒടിവിദ്യ ഉപയോഗിച്ച് ആളുകളെ ഭയപ്പെടുത്തി കൊല്ലാൻ കഴിവുണ്ടായിരുന്നുവത്രേ. രാത്രി ഇടവഴികളിൽ പതിയിരിക്കുന്ന പാതി മനുഷ്യനും പാതി മൃഗവുമായാണ് ഒടിയൻ പ്രത്യക്ഷപ്പെടുന്നത്. ഒടിയൻ ചില പ്രത്യേക പച്ചമരുന്നുകൾ ശരീരത്തിന്റെ പ്രത്യേക ഭാഗങ്ങളിൽ പുരട്ടി മന്ത്രമുച്ചരിക്കുന്നതനുസരിച്ച് അയാൾക്ക് കാള, പോത്ത്, നരി അല്ലെങ്കിൽ അവർ ആഗ്രഹിക്കുന്ന രൂപം ഏതാണോ അതിലേക്ക് മാറാനാകുമായിരുന്നുവത്രേ. വിവസ്ത്രനായി ശുദ്ധിയോടെ ചെയ്താൽ മാത്രമേ ഈ പ്രവൃത്തിക്ക് പൂർണ്ണമായ ഫലപ്രാപ്തി കൈവരൂ എന്നാണ് വിശ്വാസം. നിലാവുള്ള രാത്രികളിൽ ഇവർ രൂപം മാറി പോത്തായോ കല്ലായോ നരിയായോ കാളയായോ ഒക്കെ നടക്കും. ആ സമയത്ത് അവരെ കണ്ടുമുട്ടുന്നവർ ഭയപ്പെട്ട് രോഗാതുരരായി മാറും. വിരോധമുള്ള ആളുകളെ ഇവർ കാളയുടെയോ പോത്തിന്റെയോ ഒക്കെ രൂപത്തിലെത്തി ആക്രമിച്ചു കൊല്ലും. ഒടിവിദ്യ എന്ന മിത്ത് 20-ാം നൂറ്റാണ്ടിന്റെ പകുതി വരെ നിലനിന്നിരുന്നു. ഇത് പ്രയോഗിക്കുന്ന ആൾ ശത്രുവിനെ അവരറിയാതെ തന്നെ വകവരുത്തുകയാണ് ചെയ്തിരുന്നത്. ഒടിയന്മാർ പ്രയോഗിക്കുന്ന അതിശക്തമായ മാന്ത്രിക വിദ്യ ശരിയായി ഫലിക്കണമെങ്കിൽ എതിരാളി ജനിച്ച വർഷം, ദിനം, ജന്മനക്ഷത്രം തുടങ്ങിയ കാര്യങ്ങൾ ഒടിവിദ്യ ചെയ്യുന്നവർ മനസ്സിലാക്കിയിരിക്കണമെന്നാണ് പറയപ്പെടുന്നത്. ഇക്കാര്യങ്ങൾ മനസ്സിലാക്കി ഒടിവിദ്യയിലെ പ്രധാന മന്ത്രങ്ങൾ ചൊല്ലിക്കൊണ്ട് ഒരു ചുള്ളിക്കമ്പ് ഒടിച്ചാൽ എതിരാളിയുടെ നട്ടെല്ല് തകർന്ന് അയാൾ മരിക്കുമെന്നാണ് പറയപ്പെട്ടിരുന്നത്. ഒടിയന്മാർക്ക് ആക്രമിക്കാനോ കൊല്ലാനോ സാധിക്കാത്ത ശത്രുക്കളെ കൈകാര്യം ചെയ്യുവാൻ നിയോഗിക്കപ്പെട്ടിരുന്ന അതിവിദഗ്ധനായ ഒടിയനെ വെള്ളൊടികൾ എന്നാണ് വിളിച്ചിരുന്നത്. ഇവർ നടത്തുന്ന ഒടിവിദ്യയിൽ നിന്ന് ഇരകൾക്ക് കളരി ചികിത്സകളിലൂടെയോ മറു ഒടിയിലൂടെയോ രക്ഷപ്പെടാനുള്ള അനധിവിദൂരമായ സാധ്യത പോലും ഉണ്ടായിരുന്നില്ല. ഒടിയന്മാർ ശത്രുവിനെ സുഗന്ധം ചേർത്ത മയക്കുമരുന്ന് മണപ്പിച്ച് മയക്കിയ ശേഷം കഴുത്തൊടിച്ച് കൊലപ്പെടുത്തിയിരുന്ന ഒരു രീതിയും ഉണ്ടായിരുന്നു. കൊലപ്പെടുത്തേണ്ട ആളെ നിരന്തരം നിരീക്ഷിച്ച് സ്ഥിരമായി പോകുന്ന വഴിയിൽ വെച്ച് ഈ മയക്കുമരുന്ന് മണപ്പിക്കുകയും പിന്നെ വലിച്ചുകൊണ്ടുപോയി മരച്ചില്ലകളുടെയോ വേരുകളുടെയോ ഇടയിൽ തല കയറ്റി വെച്ച് ശരീരം തിരിച്ച് കഴുത്തൊടിക്കുന്നതുമാണ് ഒടിയന്റെ രീതി. മരണപ്പെടുന്നവരുടെ കഴുത്ത് ഒടിഞ്ഞിരുന്നതിനാലാണ് ഒടിയൻ എന്ന പേര് വന്നത് എന്നും അനുമാനിക്കപ്പെടുന്നു. ഒടിയന്മാരുടെ ശല്യം ഏറ്റവും കൂടുതലായി അനുഭവപ്പെട്ടിരുന്നത് പാലക്കാട്, തൃശൂർ, മലപ്പുറം ജില്ലകളിലായിരുന്നു. മലപ്പുറം ജില്ലയിലെ പുലാമന്തോൾ, വിളയൂർ ഭാഗങ്ങൾ ഇവയിൽ എടുത്തു പറയേണ്ടതാണ്. ഒടിയന്റെ ശല്യത്താൽ പൊറുതിമുട്ടിയ സ്ഥലമായിരുന്നു പേരടിയൂർ എന്ന ഗ്രാമം. വള്ളുവനാട്ടിൽ അക്കാലത്ത് കളരി അഭ്യാസികളായ ആളുകൾക്കിടയിലെ അതിശക്തിശാലികളും കൺകെട്ട് വിദ്യക്കാരുമായ ചിലർ ഒടിവിദ്യയുമായി ആളുകളെ കൊല ചെയ്യാൻ നടക്കുമായിരുന്നു. വടക്കൻ കേരളത്തിൽ മാത്രമല്ല, ആന്ധ്രയിലും ഒരു കാലത്ത് ഒടിവിദ്യ പ്രചാരത്തിൽ ഉണ്ടായിരുന്നുവെന്ന് പറയപ്പെടുന്നു. ഒടിയന്റെ രൂപമാറ്റത്തെക്കുറിച്ചും പലവിധ അഭിപ്രായങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഒടിയന്മാർക്ക് രൂപഭേദം സംഭവിക്കുന്നതല്ല, വെറുമൊരു മാസ്മരിക വിദ്യയിലൂടെ കാഴ്ചക്കാർക്ക് മുന്നിൽ ഭീകരമായ ഒരു ജീവിയുടെ പ്രതീതി സൃഷ്ടിക്കപ്പെടുന്നതാണെന്നും വിശ്വസിക്കപ്പെടുന്നു. വളരെ കാലങ്ങൾക്ക് മുൻപ് ജന്മിമാർ കീഴാളരെ വളരെയേറെ പീഡിപ്പിച്ചിരുന്നു. കീഴാള സ്ത്രീകൾ ജന്മിമാരുടെ ഇംഗിതത്തിന് വഴങ്ങണമായിരുന്നു. കീഴാളർ എന്ന അടിമകളെ പോലെയായിരുന്നു. ജന്മിക്ക് ഇഷ്ടപ്പെടാത്തവരെയും ജന്മി പറയുന്നത് അനുസരിക്കാത്തവരെയും ശാരീരികമായി ഉപദ്രവിക്കുകയും കൊല്ലുകയും ചെയ്തിരുന്നു. ഭയവും ഈ ജന്മിമാരെ എതിർക്കാനുള്ള കെൽപ്പില്ലായ്മയും കാരണം കീഴാളർ അവർ നേരിടുന്ന അപമാനങ്ങളും പീഡനങ്ങളും നിശബ്ദമായി സഹിച്ചുകൊണ്ടിരുന്നു. ഈ സാഹചര്യങ്ങൾക്കൊരു മാറ്റം വരുത്തുവാൻ ഉറച്ച ഒരു പാണൻ മണ്ണുകുഴച്ച് പാകപ്പെടുത്തി ഒരു ബിംബത്തെ ഉണ്ടാക്കുകയും ആ ബിംബത്തെ അവർണർക്ക് ആരാധിക്കാൻ പറ്റിയ രൂപത്തിലാക്കുന്നതിനായി അഗ്നിയിലിട്ട് കരിച്ചെടുക്കുകയും ചെയ്തു. ഈ രൂപം
കരിങ്കുട്ടി എന്ന പേരിൽ വിളിക്കപ്പെട്ടു. പാണൻ ഈ ബിംബത്തെ ദിവസവും ഉപാസിക്കാൻ തുടങ്ങി. ഒരിക്കൽ കരിങ്കുട്ടി എന്ന ഉപാസനാമൂർത്തി പാണനിൽ പ്രസാദിച്ച് അയാളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു അത്രേ. തന്റെ ജാതിക്കാരെ ദ്രോഹിക്കുന്നവരെ ഉന്മൂലനം ചെയ്യാനുള്ള ശക്തി തരുവാൻ പാണൻ മൂർത്തിയോട് അപേക്ഷിച്ചു. എന്നാൽ അങ്ങനെയുള്ള ഒരു വരം കൊടുക്കാൻ കരിങ്കുട്ടിക്ക് കഴിഞ്ഞില്ല. തങ്ങളെ ദ്രോഹിക്കുന്നവരെ ഇഷ്ടരൂപത്തിൽ ചെന്ന് മായാജാലം കാണിച്ച് പേടിപ്പിക്കുകയും വേണമെങ്കിൽ ജീവഹാനി വരുത്തുകയും ചെയ്യുന്നതിനുള്ള വരം കരിങ്കുട്ടി നൽകി. എന്നാൽ അതിന് ശക്തി ലഭിക്കുന്ന ഒരു മരുന്ന് തയ്യാറാക്കേണ്ടതുണ്ടായിരുന്നു. അതിനായുള്ള വിദ്യകളും മറ്റും കരിങ്കുട്ടി പാണന് പറഞ്ഞുകൊടുത്തു. വിചാരിച്ച അത്രയും എളുപ്പമായിരുന്നില്ലെങ്കിലും അതിനുവേണ്ടി എത്ര കഷ്ടപ്പെടുന്നതിനും അവൻ തയ്യാറായിരുന്നു. ഒടിമരുന്ന് തയ്യാറാക്കുന്നതിന് കടിഞ്ഞൂൽ ഗർഭമുള്ള അന്തർജനത്തിന്റെ മറുപിള്ളയെ തന്നെ വേണമായിരുന്നു. ഇത്തരത്തിലുള്ള അന്തർജനങ്ങളെ കണ്ടെത്തി മയക്കി മുളങ്കത്തി ഉപയോഗിച്ച് വയറുകീറി മറുപിള്ളയെ പുറത്തെടുക്കുന്നതായിരുന്നു രീതി. എന്നാൽ വയറുകീറിയ മുറിവ് മറയ്ക്കുന്നതിനുള്ള മായാവിദ്യയും ചെയ്ത് പിന്നീട് രാവിലെ ആവുമ്പോഴേക്ക് ഇവർ മരിച്ചു കിടക്കുന്ന അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. മറുപിള്ളയിൽ നിന്നും ഉണ്ടാക്കിയെടുക്കുന്ന മരുന്ന് ആകെ 2-3 തുള്ളി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇത് ചില പച്ചിലകളുമായി ചേർത്ത് ചെവിയുടെ പിറകിൽ തേച്ചു പിടിപ്പിച്ചായിരുന്നു ഒടിവിദ്യ നടത്തിയിരുന്നത്. ശത്രുനാശം തന്നെയാണ് ഇതിലൂടെ പ്രധാനമായും ഒടിയന്റെ ലക്ഷ്യം. ഇതിനുവേണ്ടി അതികഠിനമായ വ്രതാനുഷ്ഠാനങ്ങളും നടത്തിയിരുന്നു. ഇഷ്ടരൂപം സ്വീകരിച്ച് ശത്രുക്കളെ വകവരുത്തുന്നതിൽ ഒടിവിദ്യ പ്രയോഗിക്കുന്നവർ നാട്ടിൽ പിന്നീട് ധാരാളമുണ്ടായി. പ്രത്യേകമായി തയ്യാറാക്കിയ ഈ ദ്രാവകം ചെവിയുടെ പിന്നിൽ തേച്ചു പിടിപ്പിച്ച് ഒടിയൻ വേഷം മാറും. ശത്രുവിനെ കൊന്നതിന് ശേഷം കലിയടങ്ങാതെ വീട്ടിലേക്ക് തിരിച്ചെത്തുന്ന ഒടിയന്റെ ദേഹത്ത് ചൂടുവെള്ളമോ കാടിവെള്ളമോ ഒഴിച്ചാൽ മാത്രമേ ഒടിയന് സ്വരൂപത്തിലേക്ക് എത്തുന്നതിന് സാധിക്കുകയുള്ളൂ. എന്നാൽ ഏതെങ്കിലും കാരണവശാൽ ഒടിയന്റെ ദേഹത്ത് ചൂടുവെള്ളമോ കാടിവെള്ളമോ ഒഴിക്കാൻ കഴിയാതിരുന്നാൽ വീട്ടിലെ സ്ത്രീയെയും ഒടിയൻ കൊലപ്പെടുത്തുമായിരുന്നു എന്നാണ് വിശ്വാസം. ഒടിവിദ്യയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന ഒടിയന് അസാധാരണമായ കാഴ്ചശക്തി ഉണ്ടെന്നാണ് പറയുന്നത്. അതിനായി നത്തിന്റെ തലയിൽ നിന്നും എടുക്കുന്ന ഒരു പ്രത്യേക തരത്തിലുള്ള മഷി അവർ കണ്ണിൽ പുരട്ടുമായിരുന്നു എന്നാണ് പറയുന്നത്. ഇതവർക്ക് അസാധാരണമായ കാഴ്ചശക്തി നേടിക്കൊടുക്കുന്നു എന്നാണ് വിശ്വാസം. അസാധാരണ ശക്തിയും ഇവർക്ക് ആ സമയത്തുണ്ടാവുന്നു. വൈദ്യുതിയില്ലാത്ത അക്കാലത്ത് പാടത്തുകൂടിയോ ഇടവഴിയിലൂടെയോ ഒറ്റയ്ക്ക് നടക്കുന്നവരെ മാത്രമേ ഒടിയൻ ആക്രമിക്കാറുണ്ടായിരുന്നുള്ളൂ. ചൂടുകൊണ്ടാൽ പിന്നെ ഒടിയന് യഥാർത്ഥ രൂപത്തിലേക്ക് തിരിച്ചുവരാതെ മാർഗമില്ല എന്ന കേട്ടറിവിൽ അക്കാലത്ത് ആളുകൾ രാത്രിയിൽ കയ്യിൽ ചൂട്ടുകറ്റ പോലെ തൊട്ടാൽ പൊള്ളുന്ന എന്തെങ്കിലുമൊക്കെ കരുതാറുണ്ടായിരുന്നു. പിന്നീട് ഒടിയന്മാർക്ക് ആരെയും എന്തും ചെയ്യാമെന്ന സ്ഥിതിയായി. ജന്മിമാരുടെ പ്രതാപകാലം കഴിഞ്ഞ് ഈ പാണന്റെ കുടുംബത്തിൽപ്പെട്ട ആർക്കോ ഈ തൈലം ലഭിക്കുകയും അത് പരീക്ഷിക്കാൻ തുടങ്ങിയത് മുതലാണ് നാട്ടുകാർക്ക് നിരന്തരമായ ഒടിയശല്യം അനുഭവപ്പെട്ടു തുടങ്ങിയതത്രേ. ഒറ്റയ്ക്ക് രാത്രിയിൽ സഞ്ചരിക്കുന്നവരെ കണ്ടാൽ മിന്നൽപ്പിണറിന്റെ വേഗതയിൽ ഒടിയന്മാർ ആക്രമണം നടത്തുമായിരുന്നു. ഒടിയനെ കണ്ടെത്തുന്നതിന് വേണ്ടി ചില സൂത്രവിദ്യകൾ പണ്ട് കാരണവന്മാർ ഉപയോഗിച്ചിരുന്നു. ഏതെങ്കിലും മൃഗത്തിന്റെ രൂപത്തിലാണ് ഒടിയൻ ആക്രമണത്തിന് എത്തുന്നതെങ്കിൽ ഒരിക്കലും ആ മൃഗം പൂർണ്ണമായുള്ള അവസ്ഥയിലായിരിക്കുകയില്ല. ചിലപ്പോൾ ഒരു കൊമ്പിന്റെയോ വാലിന്റെയോ ചെവിയുടെയോ ഒക്കെ കുറവുണ്ടാവും. ഇതിലൂടെ ഒടിയനെ കണ്ടെത്തി അതിനെ തിരിച്ചാക്രമിക്കുന്നവരും കുറവല്ലായിരുന്നു. ഒടിയനെ പ്രതിരോധിക്കുന്നതിനും പണ്ടുള്ള കാരണവന്മാർ ചില വിദ്യകൾ കണ്ടെത്തിയിരുന്നു. ഒടിയന്റെ മുന്നിൽ അകപ്പെട്ടാൽ തിരിഞ്ഞോടുകയോ ഭയപ്പെടുകയോ ചെയ്യാതെ വസ്ത്രങ്ങളെല്ലാം അഴിച്ച് നഗ്നരാവുന്നു. പിന്നീട് ഒടിയന് ചുറ്റും വലം വെച്ച് ഒരു കളം വരെ ചൊടിയന്റെ മുഖത്തടിക്കുന്നു. ഇതിലൂടെ ചെവിയിൽ പുരട്ടിയിരുന്ന മരുന്നിന്റെ ശക്തി ഇല്ലാതാവുകയും ഒടിയൻ മൃഗരൂപം വെടിയുകയും ചെയ്യുന്നു. വൈദ്യുതി എത്തിയതോടെ ഒടിവിദ്യകളും ഒടിയന്മാരും നാട്ടിൻപുറങ്ങളിൽ നിന്ന് അപ്രത്യക്ഷരായി. രാത്രികാലങ്ങളിൽ ഇരുളിന്റെ മറ പറ്റിയാണ് ഒടിയന്മാർ ഒടിവിദ്യക്ക് ഇറങ്ങിയിരുന്നത്. എന്നാൽ പിന്നീട് വെളിച്ചത്തിന്റെ വരവോടെ ഇവർ പോയി ഒളിച്ചു. എങ്കിലും പല മേലാളന്മാരും കാര്യസാധ്യത്തിനും ശത്രുനാശത്തിനുമായി ഒടിയന്മാരെ ഉപയോഗിച്ചിരുന്നു. ഇരുട്ടിന്റെ മറവിൽ പാതി മനുഷ്യനും പാതി മൃഗവുമായി ഒടിവിദ്യകൾ ചെയ്ത് ശത്രുനാശത്തിനായി കാത്തിരുന്ന ഒടിയന്റെ കഥ ഓരോ ഇടവഴികൾക്കും ഇന്നും പറയാനുണ്ടാവും. ഒടിയന്മാരുടെ കഥകളുമായി ചേർത്ത് വായിക്കപ്പെടേണ്ട ആളുകളാണ് ചെമ്പ്ര എഴുത്തച്ഛന്മാർ. ഒടിയന്മാരുടെ ഒടിവിദ്യ പരിഹരിക്കുവാനും അവരുടെ ഒടിയ പ്രവൃത്തികൾ നിയന്ത്രിക്കുവാനും നിയോഗിക്കപ്പെട്ടവരായിരുന്നു ചെമ്പ്ര എഴുത്തച്ഛന്മാർ. ഐതിഹ്യവും ചരിത്രവും ഇഴപിരിഞ്ഞു കിടക്കുന്ന ഒരു നിഗൂഢ സങ്കല്പത്തെ ആധാരമാക്കി പി കണ്ണൻകുട്ടി രചിച്ചിരിക്കുന്ന നോവലാണ് ഒടിയൻ. പാലക്കാടൻ ഗ്രാമമായ പരുത്തിപ്പുള്ളിയിലെ പറയത്തറയും അവിടുത്തെ പറയരുടെ ആഭിചാര ജടിലമായ ജീവിതവുമാണ് ഈ നോവലിന് വിഷയമായിരിക്കുന്നത്.